ആദാമിന്റെ സന്തതികളായിരുന്നു കായേനും ആബേലും. അവരെ ഉദാഹരണമാക്കി പൗലോ കൊയ്ലോ പറഞ്ഞ ഒരു കഥയുണ്ട്. ഒരിക്കൽ കായേനും ആബേലും കൂടി നടന്ന് ഒരു തടാകത്തിന്റെ അരികിലെത്തി. ആദ്യമായാണ് അവർ ഒരു തടാകം കാണുന്നത്. വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ട് ആബേൽ പറഞ്ഞു, ഇതിനകത്ത് ആരോ ഉണ്ടല്ലോ. വെള്ളത്തിൽ കണ്ട സ്വന്തം രൂപം നോക്കിയാണ് അവൻ അങ്ങനെ പറഞ്ഞത്. നിഴലോ പ്രതിബിംബമോ ഒന്നും മുൻപ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് വെള്ളത്തിൽ കാണുന്നത് തന്റെ തന്നെ രൂപമാണെന്ന് അവന് മനസ്സിലായില്ല. അതേസമയം മറ്റൊരു വശത്ത് നിന്ന് കായേനും വെള്ളത്തിലേക്ക് ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. വെള്ളത്തിൽ കണ്ട രൂപം തന്റേതാണെന്ന് തിരിച്ചറിയാത്ത കായേന് അതിനോട് വെറുപ്പാണ് തോന്നിയത്. അവൻ ആ രൂപത്തിന് നേരെ വടിയോങ്ങി. അപ്പോൾ ആ വെള്ളത്തിലെ രൂപവും അതേപോലെ തന്നെ കായേന് നേരെ വടിയോങ്ങി. കായേൻ ദേഷ്യപ്പെട്ടപ്പോൾ വെള്ളത്തിലുള്ളവനും ദേഷ്യപ്പെട്ടു. എന്നാൽ ആബേൽ ചെയ്തത് മറ്റൊന്നാണ്. അവൻ ആ വെള്ളത്തിലെ രൂപത്തെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ ആ രൂപവും തിരിച്ചു പുഞ്ചിരിച്ചു. ആബേലിന് വലിയ സന്തോഷമായി. അവൻ ഉറക്കെ ചിരിച്ചപ്പോൾ വെള്ളത്തിലെ രൂപവും സന്തോഷത്തോടെ ചിരിച്ചു. തിരികെ നടക്കുമ്പോൾ കായേൻ ദേഷ്യത്തോടെ ആബേലിനോട് പറഞ്ഞു, ആ തടാകത്തിലുള്ളവൻ എന്തു ക്രൂരനാണ്. അവൻ എപ്പോഴും വഴക്കിന് വരികയാണല്ലോ. എന്നാൽ ആബേലിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, എന്ത് നല്ല മനുഷ്യനാണ് ആ തടാകത്തിലുള്ളത്. എത്ര ഭംഗിയായിട്ടാണ് അവൻ ചിരിക്കുന്നത്. അവനെ കാണാൻ ഞാൻ ഇനിയും വരും. സുഹൃത്തുക്കളെ, ഒരേ തടാകക്കരയിൽ നിന്ന് കായേനും ആബേലും കണ്ടത് ഒരേ വെള്ളമായിരുന്നു. ഓരോരുത്തരും കണ്ടത് മറ്റാരെയുമല്ല, അവനവനെ തന്നെയാണ്. എന്നാൽ അവർ അനുഭവിച്ചറിഞ്ഞത് തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ആബേൽ തടാകത്തിലേക്ക് നോക്കി പുഞ്ചിരിച്ചപ്പോൾ തിരികെ ലഭിച്ചത് മനോഹരമായ ഒരു പുഞ്ചിരിയായിരുന്നു. എന്നാൽ കായേൻ വടിയോങ്ങുകയും ദേഷ്യപ്പെടുകയും ചെയ്തപ്പോൾ തിരികെ ലഭിച്ചതും അതേ ദേഷ്യവും ശത്രുതയുമാണ്. ഇവിടെ തടാകത്തിലെ രൂപത്തിന് സ്വന്തമായി ഭാവങ്ങളൊന്നുമില്ലായിരുന്നു. അത് കായേനും ആബേലും കാണിച്ച ഭാവങ്ങളെ വെറുതെ പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ഇതുപോലെയാണ്. പലപ്പോഴും നാം പരാതിപ്പെടാറുണ്ട്, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ലോകം എന്നോട് ക്രൂരമായി പെരുമാറുന്നു എന്നൊക്കെ. കായേൽ ചിന്തിച്ചതുപോലെ ഈ ലോകം എത്ര ആക്രമണകാരികളുടേതാണ് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ലോകത്തിന് എന്ത് നൽകുന്നു എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സ്നേഹം നൽകിയാൽ സ്നേഹവും ബഹുമാനവും തിരികെ ലഭിക്കുന്നു. വെറുപ്പ് വിതച്ചാൽ ശത്രുതയും അശാന്തിയും ലഭിക്കുന്നു. മാറ്റം നമ്മിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ലോകം മാറണമെന്നും മറ്റുള്ളവർ നമ്മോട് നന്നായി പെരുമാറണമെന്നും ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം പ്രവർത്തികളിൽ മാറ്റം വരുത്തുക എന്നതാണ്. നാം ഒരു തടാകത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ പ്രതിബിംബം ചിരിക്കണമെങ്കിൽ ആദ്യം ചിരിക്കേണ്ടത് നമ്മൾ തന്നെയാണ്, അല്ലേ? നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ, നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആണെങ്കിൽ ഈ ലോകം മുഴുവൻ സുന്ദരമായി നമുക്ക് അനുഭവപ്പെടും. ആബേലിനെ പോലെ ജീവിതത്തെ പുഞ്ചിരിയോടെ സമീപിക്കാം. അപ്പോൾ ജീവിതം എന്ന തടാകം നമുക്ക് സമ്മാനിക്കുന്നത് സന്തോഷത്തിന്റെ മനോഹരമായ പ്രതിബിംബങ്ങളായിരിക്കും. നാം മറ്റുള്ളവരോട് സ്നേഹത്തോടെയും പുഞ്ചിരിയോടെയും പെരുമാറിയാൽ ലോകം നമുക്ക് നന്മ നൽകുന്നു. എന്നാൽ വെറുപ്പോടെയാണ് സമീപിക്കുന്നതെങ്കിൽ തിരികെ ലഭിക്കുന്നതും വെറുപ്പായിരിക്കും. നമ്മുടെ ചിന്താഗതിയാണ് നമ്മുടെ സന്തോഷത്തെ തീരുമാനിക്കുന്നത്. ആബേൽ ലോകത്തെ സ്നേഹത്തോടെ കണ്ടപ്പോൾ അവന് സന്തോഷമാണ് തിരികെ ലഭിച്ചത്. കായേൻ ലോകത്തെ ശത്രുവായി കണ്ടപ്പോൾ അവന് ദേഷ്യവും അസ്വസ്ഥതയും മാത്രമാണ് ഉണ്ടായത്. പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പുഞ്ചിരിയോടെ നേരിട്ടാൽ അവ ലളിതമായി തോന്നും. നാം കാണുന്ന രീതി മാറുന്നതിനനുസരിച്ച് കാണുന്ന കാര്യങ്ങളും മാറും. തന്നിലെ നന്മ തിരിച്ചറിയുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരിലെ നന്മ കാണാനും സാധിക്കൂ. നമ്മൾ ലോകത്തെ എങ്ങനെ നോക്കിക്കാണുന്നുവോ അതുപോലെയായിരിക്കും ലോകം നമ്മോട് പെരുമാറുകയും നമുക്കത് അനുഭവപ്പെടുകയും ചെയ്യുന്നത്. നമ്മൾ സ്നേഹത്തോടെ പെരുമാറിയാൽ സ്നേഹവും, ദേഷ്യത്തോടെ പെരുമാറിയാൽ ദേഷ്യവും തിരിച്ചു കിട്ടുന്നു. ഈ ലോകം വിശാലമായ ഒരു തടാകം പോലെ വലിയൊരു കണ്ണാടിയാണ്. അങ്ങോട്ട് നാം കൊടുക്കുന്നത് തന്നെയാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതും. നമ്മിൽ ഓരോരുത്തരിലുമുണ്ട് കായേനും ആബേലും. നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും നന്മയുടെയും സ്നേഹത്തിന്റെയും ഉറവിടമായി പ്രവർത്തിക്കാൻ സാധിച്ചാൽ നമുക്ക് ചുറ്റും അതേ നന്മയും സ്നേഹവും വന്നു നിറയും. ഇങ്ങോട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് അങ്ങോട്ട് കൊടുക്കാനായാൽ സമൂഹമാകുന്ന കണ്ണാടിയിൽ സന്തോഷത്തിന്റെ മുഖം നമുക്ക് കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, എൻ്റെ ഈ ചെറിയ കഥയും അതിലെ സന്ദേശവും നിങ്ങൾക്കിഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യാൻ മടിക്കരുത്.
എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.